നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഭക്ഷണത്തെ കുറിച്ചാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എന്തൊക്കെയാ പറയാറ്? ആ, എന്താ സ്വാദ്, എന്താ എരി, എന്താ അതിന്റെ ആ കറക്റ്റ് പുളി. നമ്മുടെ കുഞ്ഞുങ്ങളും ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചു തന്നെ വേണ്ടേ ഭക്ഷണം കഴിക്കാൻ? 6 മാസത്തിലാണ് നമ്മൾ അവർക്ക് സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങുന്നത്. അതായത് ആദ്യത്തെ 6 മാസം അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല മിൽക്കാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. 6 മാസത്തിൽ നമ്മൾ ഈ ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ എങ്ങനെയാണ് അവർക്ക് കൊടുത്തു തുടങ്ങുക? പലപ്പോഴും ആളുകൾ മിക്സിയിലൊക്കെ അടിച്ച് ഭക്ഷണം കൊടുക്കുന്ന കാണാറുണ്ട്. ഈ 6 മാസത്തിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ മുതൽ നമ്മൾ ഈ ഭക്ഷണം അതൊരു പുതിയ അനുഭവമായി കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതായത് ഭക്ഷണം കഴിക്കുന്നതിന്റെ ടെക്സ്ചർ, അതിന്റെ രുചി, എന്താണ് കഴിക്കുന്നത്, എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നുണ്ട്, ഇതെല്ലാം അവർക്ക് മനസ്സിലാകണം. ഒപ്പം തന്നെ നമ്മൾ ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കണം. നമ്മൾ കഴിക്കാനിരിക്കുമ്പം അതിങ്ങനെ മുറിച്ച് വായിലേക്ക് കൊടുക്കുന്നതിനപ്പുറം എന്താണ് കഴിക്കുന്നത് എന്നുള്ള കാര്യം കുഞ്ഞുങ്ങളും അവെയർ ആയിരിക്കണം. പണ്ട് ഞാൻ എൻ്റെ മോന് ഭക്ഷണം കൊടുക്കുമ്പോൾ, ഇപ്പം ഇഡ്ഡലിയൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ അവനോട് ചോദിക്കും, കുഞ്ഞാ 7-8 മാസമൊക്കെ ഉള്ളപ്പോഴാ എന്തൊക്കെ കൊണ്ടാണ് ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? അരി അരച്ച്, ഉഴുന്നരച്ച്, ഉലുവ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് പുളിച്ച് കഴിയുമ്പം ഇഡലി ചുടും. ഇങ്ങനെയൊക്കെ ഞാൻ അവനോട് പറയുമായിരുന്നു. അപ്പം ഇവര് സംസാരിച്ചു തുടങ്ങുന്ന കാലത്ത് തന്നെ ഈ അരി അരച്ച്, ഉഴുന്നരച്ച്, ആ ഒരു താളമില്ലേ, ആ താളത്തിൽ അവരത് പറഞ്ഞു തുടങ്ങുമായിരുന്നു. അപ്പം ഈ ഫുഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതിനകത്ത് ചേരുന്ന ഇൻഗ്രീഡിയൻസ് ആവട്ടെ, അതിനകത്ത് ചേരുന്ന ന്യൂട്രിയൻസ് ആവട്ടെ, ഇതെല്ലാം നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഒപ്പം തന്നെ ഭക്ഷണവുമായിട്ടുള്ള ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് നമുക്ക് കുഞ്ഞുങ്ങളുമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, ഫുഡും പിടിച്ചോണ്ട് ഇങ്ങനെ ഓടുന്ന അമ്മമാര്, അല്ലെങ്കിൽ ഫുഡും പിടിച്ച് ഓടുന്ന അമ്മമാര്, അച്ഛനാവട്ടെ അപ്പൂപ്പനാവട്ടെ, ആരായാലും ഫുഡും പിടിച്ച് കുഞ്ഞുങ്ങളുടെ പുറകെ ഓടുന്ന ഒരു നല്ല കാര്യമായി എനിക്ക് തോന്നുന്നില്ല. ഫുഡ് കഴിക്കേണ്ടത് അവരുടെ ആവശ്യമാണെന്ന് കുഞ്ഞുങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഒപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു വീടാണ് നടത്തുന്നത്, ഹോട്ടലാണ് അല്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടിൽ രാവിലെ ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ ഉണ്ടാക്കുന്നത്, അതായിരിക്കണം എല്ലാവരും കഴിക്കുന്നത്. നമ്മൾ കുഞ്ഞ് കഴിച്ചില്ല എന്ന് പറഞ്ഞ് വേറൊരു സാധനം ഉണ്ടാക്കാൻ പോകരുത്. അതുപോലെ തന്നെ ഒരു നേരം ഒരു കുട്ടി മര്യാദയ്ക്ക്, നമ്മൾ വിചാരിക്കുന്ന പോലെ എന്നും കഴിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, എന്നും കുട്ടി കഴിക്കുന്ന അത്രയും ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ വേറൊരു കാര്യം ഉണ്ടാക്കി കൊടുക്കാൻ പോകരുത്. ഉച്ചയ്ക്ക് അതിനൂടെ കോമ്പൻസേറ്റ് ചെയ്ത് കുട്ടി കഴിക്കുക. രാവിലെ കഴിച്ച് കുറവാണെങ്കിൽ ഉച്ചയ്ക്ക് അത് കോമ്പൻസേറ്റ് ചെയ്ത് കഴിക്കുക. ഇങ്ങനെ പല നല്ല നല്ല ശീലങ്ങളും കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്ഷണത്തെക്കുറിച്ച് അത് കഴിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്ത സമയം നമുക്ക് സംസാരിക്കാം. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നല്ല കട്ടുദോശ കിട്ടുന്ന സ്ഥലം, അല്ലെങ്കിൽ നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുകയും ആലോചിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങൾ കുഞ്ഞുങ്ങളോട് ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അതെനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിജയകരമായി തന്നെ അത് ഭവിച്ചിട്ടുമുണ്ട്. എന്താന്ന് വെച്ചാൽ, ഞാൻ കുഞ്ഞുങ്ങളോട്, എൻ്റെ മോനോട് ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കുന്ന സമയമല്ല, വെറുതെ അവനോട് സംസാരിക്കുകയും ചോദിക്കും, മോന് നെയ് റോസ്റ്റ് വേണോ, പഴംപൊരി വേണോ, ചോറും പരിപ്പും പപ്പടവും വേണോ, ഏതാ ഏറ്റവും ഇഷ്ടം? അവൻ ഇങ്ങനെ ആലോചിച്ചിട്ട് നെയ് റോസ്റ്റ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും, നല്ല ദോശ എടുത്ത് കലക്കി കല്ല് ചൂടായി വരുമ്പോ മാവൊഴിച്ച് പരത്തി നെയ്ങ്ങനെ തൂവി മൊരിഞ്ഞ് വരുമ്പോ മടക്കി എടുത്ത് സാമ്പാർ മുക്കണോ ചട്നി മുക്കണോ സാവൻകുട്ടാ എന്ന് ഞാൻ ചോദിക്കും. അപ്പൊ അവൻ ഇങ്ങനെ അത് ആലോചിച്ച്, അവന്റെ മുഖമൊക്കെ അങ്ങനെ ആവുക, അത് ആലോചിച്ചിരിക്കുമ്പോ പറയും ഉഴുന്നുപൊടി മതി. ഉഴുന്നുപൊടി ഇങ്ങനെ നോക്കി ഇങ്ങനെ തരുമ്പോ എന്തൊരു രുചിയല്ലേ. അപ്പൊ അവനങ്ങ് സന്തോഷം വരുവേ. ഇതുപോലെ തന്നെ ബോളിയുടെയും പായസത്തിന്റെ, അവന് വലിയ ഇഷ്ടമാണ് ബോളിയും പായസം. ഇതിന്റെയൊക്കെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം വരും. അപ്പൊ ഫുഡിനെ പറ്റി ഇങ്ങനെ സന്തോഷമുള്ള ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കണം. അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കണം. ഇങ്ങനെ ഞാൻ ഈ പറയുന്നോണ്ട് തന്നെ അവർ ചോദിക്കാറുണ്ട്, സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നത്? അപ്പൊ ഞാൻ ഇങ്ങനെ പറയും, നമ്മൾ ആനിമേറ്റഡ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുന്നതനുസരിച്ച് അതുമായിട്ട് അവർ കൂടുതൽ റിലേറ്റ് ചെയ്യും. സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നത്? കഷ്ണമെല്ലാം അരിഞ്ഞ് തോരപ്പരിപ്പിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കും. അതിനുശേഷം നല്ല മണമുള്ളൊരു സാധനമുണ്ട്, അതിന്റെ പേരാണ് കായം. ആ കായവും മറ്റു പൊടികളും, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ കൂടിയിട്ട്, ഈ മല്ലിപ്പൊടി മുളക് പൊടി ഇപ്പൊ എന്റെ പിള്ളേർക്ക് നല്ല ശീലമാണ്, കാരണം എല്ലാത്തിനും ഇടുവാണല്ലോ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടോ. അപ്പൊ അതൊക്കെ ഇട്ട് ഇങ്ങനെ മൂപ്പിച്ച് സാമ്പാറിനകത്തോട്ട് ഇളക്കുമ്പോൾ ഒരു മണം വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് സത്യത്തിൽ അവരുടെ മുഖമെല്ലാം ഇങ്ങനെ തുടുത്തു വരും അതിന്റെ ഓർത്തിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫുഡിന്റെ
കാര്യം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും സംസാരിക്കാറുണ്ട്. അവർക്ക് നല്ല ഓർമ്മകൾ വേണം. ഇങ്ങനെ പിടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ പിള്ളേർക്ക്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സഫക്കേഷൻ തോന്നും. അങ്ങനെ എന്തിനാ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്? പിള്ളേർക്ക് ആവശ്യമുള്ള കാര്യമാണ് ഭക്ഷണം. നമുക്ക് വളരാൻ ആവശ്യമുള്ള കാര്യമാണ് ഭക്ഷണം എന്നുള്ള കാര്യം അവർ അറിഞ്ഞു വളരണം. ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയുന്നത് പോലെ തന്നെ ഞാൻ വളരെ പ്രധാനമായും പറയാറുള്ളതാണ് ന്യൂട്രിയൻസിനെ പറ്റിയുള്ള കാര്യം. അതായത് ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്, അതെങ്ങനെ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ചിലപ്പോൾ പിള്ളേർ പറയും ചോറ് മാത്രം മതി, കറി വേണ്ട, എനിക്ക് പയർ ഇന്ന് വേണ്ട, എനിക്ക് ചോറ് മാത്രം മതി എന്ന്. അപ്പം ഞാൻ പറയും ചോറിനകത്തുള്ളത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതാണ് നമുക്ക് എനർജി തരുന്നത്. അപ്പൊ ഇന്ന് ഓടിക്കളിക്കാനായിട്ട് ചോറ് മാത്രം കഴിച്ചാൽ മതി. അപ്പൊ പയർ കഴിക്കുന്നില്ലെങ്കിൽ പ്രോട്ടീൻ ഇന്ന് കിട്ടത്തില്ല. പ്രോട്ടീൻ ആണ് വളരാനുള്ള കാര്യം. അതുകൊണ്ട് ഇന്ന് വളരത്തില്ല കേട്ടോ, ഇന്നൊരു ദിവസത്തേക്കുള്ള വളർച്ച പോവും. ഈ നാളെ പയർ കഴിച്ചാലേ വളരത്തുള്ളൂ. കാർബോഹൈഡ്രേറ്റ് മാത്രം മതി, ഓടിക്കളിച്ചാൽ മതിയെങ്കിൽ അത് മതി. ഇന്ന് വളരണമെന്നുണ്ടെങ്കിൽ ആ പയറും കൂടെ ശകലം കഴിച്ചേക്ക് കേട്ടോ എന്ന് പറയും. അങ്ങനെയുള്ളപ്പോൾ മിക്കവാറും അവരത് കഴിക്കാറുണ്ട്. പറ്റത്തില്ല, നീ ഇത് കഴിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് തള്ളി കയറ്റിയാൽ ചിലപ്പോൾ അവർ കഴിച്ചൊന്നും വരില്ല. ഒപ്പം തന്നെ നമ്മൾ ഈ പിള്ളേർ ഇത് എന്തോ ഈ കഴിക്കുന്നതെന്ന് അറിഞ്ഞു കഴിക്കണം. ഈ പലപ്പോഴും ഇപ്പൊ കുഞ്ഞുങ്ങൾ എങ്ങനെയാണെന്നോ കഴിക്കുന്നത്, ഫോണിലോ ടിവിയിലോ നോക്കിയിട്ട് ഇങ്ങനൊരു കഴിപ്പാണ്, എന്താണ് കഴിച്ചതെന്നോ, ആ കഴിച്ചതിന് എന്താണ് രുചിയെന്നോ, എന്തൊരു സാധനമാണ് വയറ്റിൽ ഉള്ളിപ്പോയെന്നോ, ഏത് നേരത്തെ ഭക്ഷണമാണ് കഴിച്ചതെന്നോ, അത് മറ്റേ സോളിഡ് ഫുഡായിരുന്നോ ലിക്വിഡ് ഫുഡാണോ ഒന്നും അവരറിയുന്നില്ല. അത് അങ്ങനെ പോവാണ്. അങ്ങനെ കഴിക്കുമ്പോൾ അവർ കുറെ ക്വാണ്ടിറ്റി കഴിക്കും കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ എടുത്ത അത്രയും എൻ്റെ കുഞ്ഞ് കഴിച്ചു എന്നുള്ള സംതൃപ്തി നമുക്കുണ്ടാവും. പക്ഷെ പോകെ പോകെ അത് നിങ്ങൾക്ക് തന്നെ വിനയാവത്തേ ഉള്ളൂ. പിന്നെ ഇത് ഇല്ലാതെ, സ്ക്രീൻ ടൈം ഇല്ലാതെ, പലപ്പോഴും ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ പിള്ളേർ ഇങ്ങനെ ഇരിക്കുമായിരിക്കും കേട്ടോ, ഈ ഫോണും തുറന്നു വെച്ച് സാധനം ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട്. എന്തോ ഇവർ കഴിച്ചതെന്ന് ഇവരും അറിഞ്ഞിട്ടില്ല, ആരും ചുറ്റുപാടുള്ളവരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ എന്തിനാ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? അതുപോലെ തന്നെ ഈ ക്വാണ്ടിറ്റി, കുറേയേറെ ഫുഡ് കഴിക്കുന്നതിലല്ല കാര്യം. നമുക്ക് എത്ര ഫുഡ് വേണമെന്നുള്ള കാര്യം നമ്മൾ അറിയണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും അറിയണം. നമുക്ക് വയറ് നിറയുമ്പോൾ അവരറിയണം. ചില പിള്ളേരെ ഓവർ ഫീഡ് ചെയ്തിട്ട് വൊമിറ്റ് ചെയ്യുന്നതൊക്കെ കാണാം. ഇങ്ങനെ ഓവർ ഫീഡ് ചെയ്യുന്നത്, നമ്മൾ അറിഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് നിറയുമ്പോൾ നമ്മൾ നിർത്തത്തില്ലേ? ഇത് ഫോൺ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫോൺ നിർത്തുമെന്നുള്ളത് കൊണ്ട് ഫോൺ ബാക്കിയും കൂടെ കാണാൻ വേണ്ടിയിട്ട് അവർ കഴിക്കും, അവർക്ക് മതിയായിട്ടും. അങ്ങനെയൊക്കെ നമ്മൾ എന്തിനാ ഫുഡ് കഴിക്കുന്നത്? ഈ കുഞ്ഞുങ്ങൾ പല രീതിയിലിരിക്കും. അതിങ്ങനെ മറ്റേ ഉരുണ്ടിരിക്കണമെന്ന് നിർബന്ധമൊന്നും പിടിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്ന പിള്ളേരാണ്, ഓടിക്കളിക്കുന്ന പിള്ളേരാവണം. അങ്ങനെയുള്ളപ്പോൾ അവരെപ്പോഴും ഉരുണ്ടിരുന്നൊന്നും പറ്റത്തില്ല. ചില കുട്ടികൾ ഉരുണ്ടിരിക്കുക, അതൊക്കെ ശരീരപ്രകൃതിയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ള കാര്യം അവർ ഒന്നാമത് കാര്യം അറിയണം. അതുകൊണ്ട് എന്ത് ഗുണമാണ് അവർക്കുള്ളതെന്ന് അറിയണം. ഈ ഇൻഗ്രീഡിയൻസ് അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമായി. അടുക്കളയ്ക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് തന്നെ നല്ല. അതുകൊണ്ട് ആ കുഞ്ഞുകാലം മുതലേ എന്തൊക്കെ ചേർന്നാണ്, എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഓരോ സാധനം ഉണ്ടാക്കുന്നതെന്ന് അവർ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഈ ന്യൂട്രിയൻസ് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും ഞാൻ പറയാറുണ്ട്, പുട്ടും പഴമൊക്കെ കൊടുക്കുമ്പം എൻ്റെ മോക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു പഴത്തിനകത്താണ് പൊട്ടാസ്യം ഉള്ളത്. അതുകൊണ്ട് ഇപ്പൊ അവള് പറയുന്നത് പുട്ടും പൊട്ടാസ്യമാണ് കഴിക്കുന്നതെന്നാണ് അവള് പറയുന്നത്, പുട്ടും പഴത്തിനും വരെ. അപ്പൊ ഇതൊക്കെ രസകരമായ സന്ദർഭങ്ങളാണ്. ഈ ഭക്ഷണത്തെ പറ്റി കുഞ്ഞുങ്ങൾ എത്രത്തോളം അറിയുന്നത്. എൻ്റെ മോക്ക് 4 വയസ്സേ ഉള്ളൂ, അവളാണ് പറയുന്നത് പുട്ടും പൊട്ടാസ്യത്തിന്റെ കാര്യം. ഈ പൊട്ടാസ്യം എന്താണെന്ന് അവൾക്കറിയില്ല, പക്ഷെ അവൾക്ക് വേണ്ട എന്തോ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് പഴത്തിനകത്ത് അതാണ് ഉള്ളതെന്നും അവൾ പഠിച്ചു കഴിഞ്ഞു. ഏതായാലും പുസ്തകത്തിൽ കൂടെ അല്ലാതെ അവളത് പഠിച്ചും കഴിഞ്ഞു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഈ ഭക്ഷണം കഴിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഫോൺ നോക്കിയോ അല്ലെങ്കിൽ ടി വി നോക്കിയോ കൊടുക്കില്ല. രണ്ടാമത്തെ കാര്യം അതിന്റെ എമൗണ്ട് തീരുമാനിക്കുന്നത് നമ്മളല്ല, അവരാണ്. ഒരു നേരം അവർ ഭക്ഷണം കഴിച്ച് കുറവാണെങ്കിൽ അടുത്ത നേരം അവർക്ക് വിശക്കും. അപ്പൊ നമ്മൾ അതനുസരിച്ച് അവർക്ക് കൊടുത്താൽ മതി ഭക്ഷണം. ആ രീതിയിൽ കുഞ്ഞിനെ മുതൽ തന്നെ, ഇത് ഏതെങ്കിലും ഒരു പ്രായം എത്തുമ്പോഴല്ല, 6 മാസം മുതൽ തന്നെ ഈ മിക്സിയിൽ അടിച്ചു കൊടുക്കുന്നതിന് പകരം ടെക്സ്ചർ അറിഞ്ഞും എന്താണെന്ന് അറിഞ്ഞും കുഞ്ഞുങ്ങൾ കഴിച്ചു വളരട്ടെ. ഇപ്പൊ ഇഡലിയോ ഒക്കെ നമ്മൾ ആദ്യത്തെ മാസങ്ങളിൽ തന്നെ നമ്മൾ കൊടുത്തു കൊടുക്കുന്ന ഭക്ഷണമാണ് ഇഡലിയൊക്കെ, അല്ലെങ്കിൽ ഫിംഗർ ഫുഡൊക്കെ. ആ ഇഡലിയൊക്കെ അവരത് ചവച്ച് പഠിക്കട്ടെ. ചവയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ ചവയ്ക്കാനുള്ള പല്ലാവണമെന്നൊന്നും വിചാരിക്കില്ല. കാരണം 2 സെറ്റ് പല്ലാണ് ആ മോണയുടെ അടിയിലുള്ളത്. നല്ല ബലമാണ്, നമ്മുടെ പല്ലിനൊക്കെ ബലമാണ് ആ മോണയ്ക്ക്. അതുകൊണ്ട് ചവച്ച് തന്നെ കുഞ്ഞുങ്ങൾ പഠിക്കണം. വായി വെച്ചോണ്ടിരിക്കുന്ന സ്വഭാവം വരും. വേറെ മറ്റ് ഡിസ്ട്രാക്ഷൻസ് വരുമ്പം ചവയ്ക്കാതെ വായിക്കകത്ത് ഫുഡ് വെച്ചിട്ട് ഇരിക്കുന്ന ഒരു പ്രശ്നം വരും. അതുകൊണ്ട് ഈ ഫുഡ് നമ്മൾ ആദ്യം മുതൽ തന്നെ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അത് എൻജോയ് ചെയ്യണം, അത് ഒരിക്കലും വരെ ഭീഷണിപ്പെടുത്തി കഴിക്കരുത്. അമ്മയോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരു ഉരുളയും കൂടെ, കൊച്ചിന് അമ്മയോട് സ്നേഹം ഉണ്ടെങ്കിൽ കാണിക്കാൻ വേറെ പലതരം മാർഗങ്ങളും ഉണ്ട്. അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും വേറെ മാർഗങ്ങളുണ്ട്. ഇത് ഇമോഷണൽ ബ്ലാക്ക്മെയിലും ഒക്കെയാണ്. ഒരു ലാസ്റ്റുള്ള അമ്മയോടോ അച്ഛനോടോ സ്നേഹം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞൊക്കെ കൊടുക്കുന്നത്. ആ ലാസ്റ്റുള്ള അവൻ കഴിച്ചില്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ അവൾ കഴിച്ചില്ലെങ്കിൽ വേണ്ട. അവർക്ക് വേണ്ട അത്രയും കഴിച്ചതുകൊണ്ടാണ് അവർ മതിയെന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കൊടുക്കണ്ട. അവർക്ക് വളരാനും അവർ ഹെൽത്തി ആയിട്ടിരിക്കാനും അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാനുമാണെന്ന് അവർ ആദ്യം തന്നെ മനസ്സിലാക്കി. ഇതാണ് കുഞ്ഞുങ്ങളെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇനിയും വരും, കാത്തിരിക്കും.